ഞങ്ങൾ പ്രധാനപ്പെട്ട ഡീൽ ചെയ്യുന്നത് ഒന്ന് ഈ ക്യാൻസർ വന്നതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റി കഴിയുമ്പോൾ കണ്ടമാനം ദശയും ഇത് നഷ്ടപ്പെടും. എസ്പെഷ്യലി ഇപ്പോൾ വായിലുള്ള ക്യാൻസർ നിങ്ങളിപ്പോൾ സിനിമയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വായിൽ പാനും അതൊക്കെ വെച്ച് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ആ മുഖത്ത് വായിൽ ഉള്ള തൊലി, എല്ല് ഇതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനും ആ ഭക്ഷണം കഴിച്ച് വായിലിട്ട് ചവച്ച് കഴിയുമ്പോൾ അത് പുറത്തൊന്നും പോകാതെ കൃത്യമായിട്ട് സ്റ്റൊമക്കിലോട്ട് വരണം. അത് ശ്വാസകോശത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ഒരു ചെറിയൊരു ഭാഗത്ത് നടക്കുന്നത്. അപ്പം അത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ഫംഗ്ഷനും കൂടി റീപ്ലേസ് ചെയ്താൽ മാത്രമേ രോഗിക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വായു മൊത്തം തുറന്നിരുന്ന് ചുമന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വീട്ടിൻ്റെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് നോക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടും വരും. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതേപോലെ കിട്ടില്ല, പക്ഷേ അത്യാവശ്യം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം ബൈക്കിൽ നിന്ന് വീണ് പല സ്ഥലങ്ങളിൽ എല്ല് പൊട്ടി അതിൻ്റെ പുറത്തുള്ള തൊലിയും ദശയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലിൻ്റെ ഡോക്ടർമാർ വന്നിട്ട് എല്ല് ഫിക്സ് ചെയ്യും. പക്ഷേ എല്ല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൊലി ഇല്ലെങ്കിൽ അത് തുറന്നിരിക്കും. അപ്പോൾ തുറന്നിരുന്നിട്ടുണ്ടെങ്കിൽ എല്ല് ജീവിക്കില്ല, അത് ചത്തുപോകും അല്ലെങ്കിൽ ഡെഡായി മാറും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ പുറത്ത് വേറൊരു ദശ, കട്ടിയുള്ളൊരു ദശ തൊലിയോടക്കം നമുക്ക് വെക്കേണ്ടി വരും.